രമേശ് ചെന്നിത്തല നേരത്തെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായപ്പോൾ നടപ്പിലാക്കിയ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. ഓപ്പറേഷൻ കുബേര പോലെ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരിക്കെ അദ്ദേഹം നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾ എല്ലാവരുടെയും കയ്യടി നേടിയതാണ് എന്ന കാര്യത്തിലും തർക്കമില്ല. രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ചെറിയ അസ്വാരസ്യങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. സീനിയറായ അദ്ദേഹത്തെ പരിഗണിക്കാത്തതിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രയാസമാണ് കഴിഞ്ഞ ദിവസം നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായും ആഭ്യന്തര മന്ത്രി എന്ന പദവിക്ക് ഏറ്റവും ഉചിതനായ വ്യക്തിയാണ് രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തല അത്തരം ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് പറയാനാകില്ല. അദ്ദേഹം സീനിയർ ആയിട്ടുള്ള നേതാവാണ്. അദ്ദേഹം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ആഭ്യന്തര വകുപ്പിൽ ഇരിക്കുന്നാൽ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ വലിയ മാറ്റങ്ങൾ കേരളത്തിൽ കൊണ്ടുവരാൻ കഴിയും. അപ്പൊ ടീം UDF ഒരുമിച്ച് കൊണ്ടുപോകാൻ രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര വകുപ്പ് നൽകണമെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരിക്കാൻ എന്തുകൊണ്ടും യോഗ്യനായ രമേശ് ചെന്നിത്തലയെ കോൺഗ്രസ് പാർട്ടി പരിഗണിക്കുമോ എന്നതൊക്കെ പാർട്ടിയുടെ ആഭ്യന്തര വിഷയമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രമേശ് ചെന്നിത്തലയെ അവിഭാജ്യ ഘടകമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ, കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് കൃത്യമായ ഇടപെടലുകൾ നടത്തിയ പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ നിരവധിയായ അഴിമതി ആരോപണങ്ങൾ തെളിവ് സഹിതം പൊതുസേന സമക്ഷം കൊണ്ടുവരികയും സർക്കാരിനെ അതിൽ നിന്ന് പിന്മാറ്റുകയും ചെയ്ത പ്രതിപക്ഷ നേതാവായിരുന്നു രമേശ് ചെന്നിത്തല. കേരളത്തിന്റെ മുഖ്യമന്ത്രി പദം നിഷേധിക്കപ്പെട്ട രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിസ്ഥാനം ലഭിക്കണം, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് ലഭിക്കണമെന്ന ഒരു ആവശ്യം ആണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആഭ്യന്തര വകുപ്പ് എന്തുകൊണ്ടും ഭരിക്കാൻ യോഗ്യനായ ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ എന്തുകൊണ്ട് യോഗ്യനായ വ്യക്തിയാണ് രമേശ് ചെന്നിത്തല എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം രമേശ് ചെന്നിത്തല നേരത്തെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായപ്പോൾ നടപ്പിലാക്കിയ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. ഓപ്പറേഷൻ കുബേര പോലെ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരിക്കെ അദ്ദേഹം നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾ എല്ലാവരുടെയും കയ്യടി നേടിയതാണ് എന്ന കാര്യത്തിലും തർക്കമില്ല. നിലവിലെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ യോഗ്യതയുള്ള ഒരാളായിരുന്നു എന്നതിലും ഒരു തർക്കവുമില്ല. പക്ഷേ AICCയും ഹൈക്കമാൻഡും എന്തോ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്ത് അദ്ദേഹത്തിന് നിയോഗിച്ചില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ചെറിയ അസ്വാരസ്യങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. സീനിയറായ അദ്ദേഹത്തെ പരിഗണിക്കാത്തതിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രയാസമാണ് കഴിഞ്ഞ ദിവസം നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായും ആഭ്യന്തര മന്ത്രി എന്ന പദവിക്ക് ഏറ്റവും ഉചിതനായ വ്യക്തിയാണ് രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞാൽ അത് നിഷേധിക്കാൻ കഴിയുമോ? ഒരിക്കലും നിഷേധിക്കാനാവില്ല. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ആവർത്തിച്ച് അവഗണിക്കപ്പെടുന്നു എന്നൊരു തോന്നൽ ചെന്നിത്തലയ്ക്ക് തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡ് അത്തരമൊരു നിലപാടെടുക്കുമ്പോൾ കടുത്ത അതൃപ്തി അദ്ദേഹം അറിയിക്കുന്നത്. അപ്പൊ നമുക്ക് അദ്ദേഹത്തിനെ ഈ ഒരു വിഷയത്തിൽ കുറ്റപ്പെടുത്താനാകില്ല. ചേട്ടൻ പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാവുകയും അന്ന് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന വ്യക്തിയാണ് രമേശ് ചെന്നിത്തല. സ്വാഭാവികമായും ഞാൻ ആദ്യം വിചാരിച്ചത് രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കുകയും VD സതീശൻ ആഭ്യന്തര വകുപ്പ് നൽകുകയും ചെയ്യും. കാര്യം അത്രയും സീനിയർ ആയിട്ടുള്ള നേതാവാണല്ലോ രമേശ് ചെന്നിത്തല. അതുപോലെ തന്നെ ഈ 3 പേർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 3 പേരുകൾ ഉയർന്നു കേട്ടപ്പോൾ VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, ഇങ്ങനെ 3 പേര് ഉയർന്നു കേട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, അതിൽ ഏറ്റവും പക്വമായ നിലപാടെടുത്തിരുന്ന വ്യക്തി രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല പ്രവർത്തകരെ കൊണ്ട്, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി പ്രവർത്തകരാരും തെരുവിലിറങ്ങിയിട്ടില്ല. ബാനറുകൾ വെച്ചു. പക്ഷെ ഇവരെ പോലെ, അല്ലെങ്കിൽ KC ഗ്രൂപ്പിനെയും VD ഗ്രൂപ്പിനെയും പോലെ അത്രത്തോളം തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു രീതി സ്വീകരിച്ചില്ല. അതുപോലെ വളരെ പക്വമായിട്ടാണ് രമേശ് ചെന്നിത്തല കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്, അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞത്. അത് അദ്ദേഹം അത്രയും സീനിയർ ആയിട്ടുള്ള നേതാവായതുകൊണ്ടും രാഷ്ട്രീയം നന്നായി അറിയാവുന്നത് കൊണ്ടും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് പാർട്ടിയിൽ അവമതിപ്പുണ്ടാക്കും, അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് മുൻപിൽ കോൺഗ്രസ് പാർട്ടി മോശം രീതിയിലേക്ക് ചിത്രീകരിക്കപ്പെടുമെന്നുള്ള ഉറച്ച ബോധ്യം കൊണ്ടാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ അദ്ദേഹത്തിനെ മുഖ്യമന്ത്രി ആക്കാത്തതിൽ അദ്ദേഹത്തിന് അതൃപ്തി ഉണ്ടാകും. അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന MLA-മാർക്കുണ്ടാവും. സാധാരണക്കാരായ, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന സാധാരണക്കാരായ ജനങ്ങൾക്കും ഉണ്ടാകും. അപ്പൊ ഇനി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ മാത്രമേ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. ഇനി അടുത്ത വകുപ്പുകളുണ്ട്. അപ്പൊ സ്വാഭാവികമായി ആഭ്യന്തര വകുപ്പ് അദ്ദേഹത്തിന് വേണമെന്ന് പറയുന്നത് ഒരു തെറ്റായ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം കോൺഗ്രസിൽ അങ്ങനെ ഒരു കീഴ്വഴക്കമുണ്ട്. ഉപമുഖ്യമന്ത്രി സ്ഥാനം ഇല്ലെങ്കിൽ കൂടി മുഖ്യമന്ത്രി ഒരാളാകുകയും ആഭ്യന്തര വകുപ്പ് മറ്റൊരാൾക്ക് കൊടുക്കുന്ന കീഴ്വഴക്കം കോൺഗ്രസിലുള്ളത് കൊണ്ട് ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കാനാകുക. കാര്യം 3 പേരെന്ന് പറയുന്നത് 3 പേരുകൾ മുഖ്യമന്ത്രിയാകാൻ ഉയർന്നു കേട്ടു. KC വേണുഗോപാൽ നിയമസഭയിലേക്ക് ഇല്ലാത്തത് കൊണ്ട്, അദ്ദേഹം പാർലമെന്റിലായതുകൊണ്ട് അദ്ദേഹത്തെ പരിഗണിക്കേണ്ട ആവശ്യം നിലവിലില്ല. അപ്പോ രമേശ് ചെന്നിത്തലയ്ക്ക് അർഹമായ ഒരു സ്ഥാനം കൊടുക്കണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കാര്യം അല്ലെങ്കിൽ അദ്ദേഹത്തെ വീണ്ടും അവഗണിക്കുന്നു എന്നൊരു തോന്നലുണ്ടാകും. ആദ്യത്തെ 5 വർഷം പിണറായി വിജയൻ സർക്കാരിന്റെ ആദ്യത്തെ 5 വർഷം എന്ന് പറയുന്നത് അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയായിരുന്നു. ഒരിക്കലും രമേശ് ചെന്നിത്തല എന്ന പ്രതിപക്ഷ നേതാവ് പരാജയമായതുകൊണ്ടായിരുന്നില്ല ആ തെരഞ്ഞെടുപ്പിൽ, അല്ലെങ്കിൽ അത് കഴിഞ്ഞു വന്ന തെരഞ്ഞെടുപ്പിൽ LDF അധികാരത്തിലേക്ക് വീണ്ടും വരുന്നത്. അന്നത്തെ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സാധാരണക്കാരായ നിഷ്പക്ഷരായ ജനങ്ങൾ ഒരു സർക്കാർ മാറി വന്നാൽ ഞങ്ങൾ എങ്ങനെ അതിനെ അതിജീവിക്കുമെന്നുള്ള ഭയം കൊണ്ടാണ് ഈ 1ാം പിണറായി സർക്കാരിന് 2ാമതും അധികാരത്തിലേക്ക് എത്താൻ ആകുന്നത്.
അല്ലാതെ അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന രമേശ് ചെന്നിത്തല എന്ന പ്രതിപക്ഷ നേതാവ് ഒന്നും ചെയ്യാതിരുന്നത് കൊണ്ടോ അദ്ദേഹം പരാജയമായതുകൊണ്ടോ ആണ് എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ ഒരു അഭിപ്രായവും എനിക്കില്ല. അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യം ചെയ്തു. പിന്നെ രണ്ടാമത് വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവ് ആക്കുമ്പോൾ പോലും ഏറ്റവും കൂടുതൽ MLA-മാരുടെ സപ്പോർട്ട് അന്നുണ്ടായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്കാണ്. എന്നിട്ട് പോലും പാർട്ടി മാറി നിൽക്കാൻ പറഞ്ഞപ്പോൾ പാർട്ടിക്കെതിരെ വലിയ കോലാഹലങ്ങൾ ഉണ്ടാകാതെ പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ മാറുന്നു എന്ന് പറഞ്ഞ ആളാണ് രമേശ് ചെന്നിത്തല. അപ്പൊ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആക്കിയില്ല. അതിപ്പോ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം നമ്മൾ കണക്കിലെടുക്കണം. സാധാരണക്കാരായ നിഷ്പക്ഷരായ പ്രവർത്തകരും നിഷ്പക്ഷരായ ജനങ്ങൾക്കും ഒക്കെ വി ഡി സതീശൻ വരണമെന്നായിരുന്നു. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. 5 വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടി അവസാന 5 വർഷം പ്രതിപക്ഷ നേതാവായിരുന്നത് വി ഡി സതീശനാണ്. അപ്പൊ പാർട്ടിയെ തിരികെ കൊണ്ടുവന്നത് വി ഡി സതീശനാണ്. ഉറച്ച നിലപാടുകളുണ്ട് എന്നതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കുമ്പോൾ സാധാരണക്കാരായ ജനങ്ങളുടെ വികാരം കൂടി ഹൈക്കമാൻഡ് പരിഗണിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയാക്കുമ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര വകുപ്പ് നൽകണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടാൽ അതിൽ തെറ്റില്ല. രാഷ്ട്രീയമാണ്, ആവശ്യപ്പെടാം. കാര്യം ഇപ്പോഴും അങ്ങനെയാണല്ലോ. KC വേണുഗോപാലിന്റെ പേര് MP ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ പേര് പരിഗണിക്കുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്. 2 പേരുകൾക്കപ്പുറം 3 പേരിലേക്ക് എത്തി. അപ്പൊ രമേശ് ചെന്നിത്തല അത്തരം ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് പറയാനാകില്ല. അദ്ദേഹം സീനിയർ ആയിട്ടുള്ള നേതാവാണ്. അദ്ദേഹം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ആഭ്യന്തര വകുപ്പിൽ ഇരിക്കുന്നാൽ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ വലിയ മാറ്റങ്ങൾ കേരളത്തിൽ കൊണ്ടുവരാൻ കഴിയും. അപ്പൊ ടീം UDF ഒരുമിച്ച് കൊണ്ടുപോകാൻ രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര വകുപ്പ് നൽകണമെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. തീർച്ചയായും രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ കാസർഗോഡ് ജില്ലയിലെ തലപ്പാടി മുതൽ, അതായത് കേരളത്തിന്റെ അതിർത്തി ആരംഭിക്കുന്ന തലപ്പാടി മുതൽ പാറശാല വരെ എല്ലാ ഇടത്തും പ്രവർത്തകരുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന ആളുകളുള്ള ഒരു നേതാവാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരു കാലത്ത് കേരളത്തിലെ കോൺഗ്രസ് നാമാവിശേഷമായപ്പോൾ, അതായത് ലീഡർ കെ കരുണാകരൻ എന്ന കോൺഗ്രസ് പ്രവർത്തകർ വിളിക്കുന്ന ലീഡർ എന്ന് വിളിക്കുന്ന കെ കരുണാകരൻ പാർട്ടി വിട്ട് കോൺഗ്രസ് പിളർത്തി DIC രൂപീകരിച്ച് പുറത്തുപോയപ്പോൾ അന്ന് കേന്ദ്ര നേതൃത്വം AICC കേരളത്തിൽ KPCC അധ്യക്ഷനായി നിയമിച്ചത് രമേശ് ചെന്നിത്തലയാണ്. കേരളത്തിൽ തകർന്ന് തരിപ്പണമായ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തെ രമേശ് ചെന്നിത്തല കൈപിടിച്ചുയർത്തിക്കൊണ്ടുവരികയും ഉമ്മൻചാണ്ടിയോടൊപ്പം തോളോട് തോൾ ചേർന്ന് കേരളത്തിലെ കോൺഗ്രസിനെ കെട്ടിപ്പടുക്കുകയും ചെയ്തത് ആ വ്യക്തിയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാസർഗോഡ് ജില്ലയിലെ തലപ്പാടി മുതൽ കേരളത്തിന്റെ അതിർത്തി തുടങ്ങുന്ന തലപ്പാടി മുതൽ തിരുവനന്തപുരത്തെ പാറശാല വരെ എല്ലായിടത്തും അണികളുള്ള നേതാവാണ് രമേശ് ചെന്നിത്തല. ആ രമേശ് ചെന്നിത്തല ആവശ്യപ്പെടുകയാണെങ്കിൽ പ്രവർത്തകന്മാർ തെരുവിലിറങ്ങാൻ തയ്യാറായിരുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. പക്ഷേ പാർട്ടിക്ക് ഒരു ദോഷമുണ്ടാക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ പാർട്ടിയെ ബാധിക്കുന്ന തരത്തിൽ പ്രവർത്തകന്മാർ തെരുവിൽ ഇറങ്ങരുത്, തനിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കരുത്, തനിക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കരുത്, തനിക്ക് വേണ്ടി ഫ്ലക്സ് ബോർഡ് സ്ഥാപിക്കരുത് എന്ന് രമേശ് ചെന്നിത്തല കൃത്യമായ നിർദ്ദേശം കൊടുത്തു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വേണ്ടി തെരുവിലിറങ്ങാത്തതും അദ്ദേഹത്തിന് വേണ്ടി മുദ്രാവാക്യം മുഴക്കാൻ ആളുകൾ രംഗത്തിറങ്ങാത്തത്. പക്ഷേ അദ്ദേഹത്തിന് വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളടക്കം വലിയ പോർവിളികൾ നടക്കുന്നുണ്ട്. കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹം നിരവധിയായ ജനോപകാരപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കിയ ഒരു ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല. സ്വാഭാവികമായും അദ്ദേഹത്തിന് ഇപ്പോൾ നീരസമുണ്ടാകാം. കാരണം അദ്ദേഹത്തിന്റെ സീനിയോറിറ്റിയെ പോലും പരിഗണിക്കാതെയാണ് ഒരു മുഖ്യമന്ത്രിയെ നിയമിച്ചത് എന്നൊരു പരാതി അദ്ദേഹത്തിനുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ല, അദ്ദേഹം അത് മാധ്യമങ്ങൾക്ക് മുന്നിലല്ലോ പറഞ്ഞത്, ഹൈക്കമാൻഡിനോട് തന്നെയാണ് തന്റെ അതൃപ്തി അറിയിക്കുന്നത്. അല്ലെങ്കിൽ മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി അവർക്ക് മുന്നിൽ തനിക്ക് അതൃപ്തിയുണ്ട്, ഇതൊന്നും ശരിയല്ല, അല്ലെങ്കിൽ വി ഡി സതീശനെ മുഖ്യമന്ത്രി അതിൽ ഞാൻ പ്രതിഷേധിക്കുന്നു എന്നല്ല പറഞ്ഞത്. അദ്ദേഹത്തിന് AICC കോൾ വരുമ്പോൾ അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഞാൻ ഇതിൽ തൃപ്തനല്ല എന്നുള്ള കാര്യം. അതും ഒരു പക്വമായ നേതാവിന്റെ നിലപാട് തന്നെയല്ലേ? തീർച്ചയായും പക്വതയോടെ ഉള്ള നിലപാട് തന്നെയാണ് രമേശ് ചെന്നിത്തല ഈ വിഷയത്തിൽ സ്വീകരിച്ചത് എന്ന കാര്യത്തിൽ തർക്കമില്ല. കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരിക്കാൻ എന്തുകൊണ്ടും യോഗ്യനായ രമേശ് ചെന്നിത്തലയെ കോൺഗ്രസ് പാർട്ടി പരിഗണിക്കുമോ എന്നതൊക്കെ പാർട്ടിയുടെ ആഭ്യന്തര വിഷയമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രമേശ് ചെന്നിത്തലയെ അവിഭാജ്യ ഘടകമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ, കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് കൃത്യമായ ഇടപെടലുകൾ നടത്തിയ പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ നിരവധിയായ അഴിമതി ആരോപണങ്ങൾ തെളിവ് സഹിതം പൊതുസേന സമക്ഷം കൊണ്ടുവരികയും സർക്കാരിനെ അതിൽ നിന്ന് പിന്മാറ്റുകയും ചെയ്ത പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിലെ തകർന്ന തരിപ്പണമായ കോൺഗ്രസിനെ സംഘടനാപരമായി ഉയർത്തെഴുന്നേക്കാൻ കൈകൊടുത്ത നേതാവായിരുന്നു രമേശ് ചെന്നിത്തല. അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനായ കാലഘട്ടം യൂത്ത് കോൺഗ്രസിന്റെ സുവർണ കാലഘട്ടമായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹം KSUവിനെ നയിച്ച കാലഘട്ടം കേരളത്തിലെ KSUവിന്റെ വസന്തകാലമായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇത്തരത്തിൽ KSUവിനെയും യൂത്ത് കോൺഗ്രസിനെയും എല്ലാം കേരളത്തിൽ നയിച്ച് കോൺഗ്രസ് പാർട്ടിയെ നയിച്ച് പിന്നീട് AICCയുടെ സെക്രട്ടറിയായ
അതോടൊപ്പം തന്നെ ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമായ രമേശ് ചെന്നിത്തല എന്തുകൊണ്ടും ആഭ്യന്തരമന്ത്രി സ്ഥാനത്തേക്ക് അർഹൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ അർഹതയ്ക്കുള്ള അംഗീകാരം AICC നൽകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കോൺഗ്രസ് ആണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം തുളുമ്പുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. അഭിപ്രായങ്ങളും വിരുദ്ധാഭിപ്രായങ്ങളും യോജിപ്പുകളും വിയോജിപ്പുകളും ഒക്കെ പരസ്യമായും കമ്മിറ്റിക്കകത്തും പുറത്തും പ്രകടിപ്പിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. കോൺഗ്രസിനെ കുറിച്ച് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം പറയുന്നത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം ആവോളം ആസ്വദിക്കുന്നവരാണ് കോൺഗ്രസ് പ്രവർത്തകരെന്നാണ്. ആ ജനാധിപത്യം തന്നെയാണ് കോൺഗ്രസിന്റെ കരുത്തും കോൺഗ്രസിന്റെ ഏറ്റവും സൗന്ദര്യവും. എന്തായാലും പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വരുമ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു കൃത്യമായ ഏറ്റവും നല്ല വകുപ്പ് അത് ആഭ്യന്തര വകുപ്പ് തന്നെ നൽകും. AICC അദ്ദേഹത്തെ അനുനയിപ്പിക്കുമെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്.